Greetings to you all in the name of our Lord and Savior Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം പറയുന്നു. I welcome you all into the holy worship this very moment. ഇന്ന് പകൽക്കാലം ആമേൻ വിശുദ്ധ ആരാധനയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. I want to give thanks to God first of all who gave me this opportunity to preach the word of God. ഇപ്രകാരം എനിക്കൊരു അവസരം തന്ന സർവശക്തനാകുന്ന ദൈവത്തിന് ഞാൻ ആദ്യമേ നന്ദി അറിയിക്കുകയാണ്. And also I want to give thanks to Bishop K.P. Jason who gave me this opportunity to preach the word of God. ഇപ്രകാരം എനിക്കൊരു അവസരം ഒരുക്കി തന്ന കർത്തൃദാസന് എന്റെ നന്ദി പറയുകയാണ്. I welcome you all to Sion Church Kogok in Kumali. ചർച്ചക്കോട് പ്രവസിയുടെ സിയോൻ പ്രാർത്ഥന കേന്ദ്രത്തിലെ ഈ വിശുദ്ധ ആരാധനയിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. So this very moment I would like to bring few thoughts to share with you which God has given to me. ഇന്ന് പകൽക്കാലം ദൈവം എനിക്ക് തന്ന ദൈവജനത്തിലെ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. This whole world is celebrating about the Easter. ഈ ലോകം മുഴുവൻ ഇന്ന് കർത്താവിന്റെ ഉയർപ്പിനെ ആഘോഷിക്കുന്നു. But the word of God says already Easter has dawned, so we have to wait for the fulfillment of the God's promises in our life. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, മരണത്തിൽ നിന്നുള്ള തന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരിക്കൽ സംഭവിച്ചു. തന്റെ വരവിന് വേണ്ടി നാം കാത്തിരിക്കേണ്ടതാണ്. God has given for each one of us different promises. ദൈവം നമുക്ക് വ്യത്യസ്തമായ വാഗ്ദത്തങ്ങളെ തന്നിട്ടുണ്ട്. How many of you believe that? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ട്? കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. Praise the Lord. So if you receive a promise of God, this is the time you have to wait and receive it. ദൈവം നമുക്ക് വേണ്ടി ഒരു വാഗ്ദത്തം തന്നെങ്കിൽ ആ വാഗ്ദത്തത്തിന് വേണ്ടി നാം കാത്തിരുന്ന് നാം പ്രാപിക്കേണ്ടതാണ്. Because God give one promise to one person, it will be lasting to generation to generation. ദൈവം ഒരു വ്യക്തിക്ക് ഒരു വാഗ്ദത്തം തന്നാൽ ആ വാഗ്ദത്തം ആ വ്യക്തിയിൽ അവസാനിക്കുന്നില്ല. അത് തന്റെ തലമുറയായി ദൈവം നിർവഹിക്കുവാനിടയാകും. Praise the Lord. For example, here the small baby is here. ഉദാഹരണത്തിന് ഇവിടെ ഒരു കൊച്ചു കുഞ്ഞുണ്ട്. If she receive a promise of God, it will be to her generation to generation. ഈ കൊച്ചു കുഞ്ഞ് ആണെങ്കിലും ആ കുഞ്ഞ് ഒരു വാഗ്ദത്തം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാൽ അത് തന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കത്തില്ല. തന്റെ തലമുറയായി അത് തുടരുവാനായിട്ട് ഇടയായി തീരും. Praise the Lord. Here, whoever sitting, maybe for everyone, God had a particular plan and purpose. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും നിങ്ങൾക്ക് വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. And God want to fulfill all these promises in your life. അവൻ ദൈവം ഒരു വാഗ്ദത്തം നമുക്ക് വേണ്ടി തന്നു കഴിഞ്ഞാൽ ദൈവം അത് നിവർത്തിയിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. Because God has a great plan in your life. കാരണം ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. Maybe it is not in our imagination. ഒരുപക്ഷെ നമ്മുടെ ചിന്തയിൽ അത് ഒതുക്കുവാൻ കഴിയുകയില്ല. But God had a great plan for us. എന്നാൽ ദൈവത്തിന് നമ്മളെ പറ്റി വലിയ പദ്ധതിയുണ്ട്. Maybe people cannot understand what the God's plan. ദൈവത്തിന്റെ പദ്ധതി പലപ്പോഴും ജനങ്ങൾക്ക് മനുഷ്യന് മനസ്സിലാകുകയില്ല. But Satan understood. That's why sometimes we go through problems. അവൻ പിശാചിനറിയാം നമ്മളെ പറ്റി ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെന്ന്. അതുകൊണ്ട് പലപ്പോഴും ചില കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ശോധനകളിലും പിശാച് നമ്മളെ പരീക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. But such a time you should not be discouraged, but you have to hold the promise of God. നിങ്ങളുടെ ജീവിതത്തിൽ പരിശോധനകൾ വരുമ്പോൾ, കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നിങ്ങൾ തളർന്നു പോകരുത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അവയെ നാം മുന്നേറുവാനായിട്ട് ഇടയായി തീരണം. When you receive the promise, when you hold it and when you ask the Lord, God is faithful, He will fulfill. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നാം മുറുകെ പിടിക്കുമ്പോൾ നിശ്ചയമായും ദൈവം തന്റെ വാഗ്ദത്തങ്ങളെ നമ്മളിൽ നിറവേറുവാനായിട്ട് ഇടയായി തീരും. I would like to read a scripture from Psalms chapter 103 verse 17. 103-ാം സങ്കീർത്തനം 17-ാം അധ്യായം. 103-ാം സങ്കീർത്തനം 17-ാം വചനം. verse 17-ാം വാക്യം. യഹോവയുടെ ദൈവം എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. This is the promise of God for everyone, those who are sitting here. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ് ഇന്ന് നമ്മൾ വായിച്ചത്. See here, but the mercy of the Lord is from everlasting to everlasting. ദൈവത്തിന്റെ ദയ എന്ന് പറയുന്നത് അവൻ അത് തുടരുന്നതാണ് എന്ന് കാണുന്നു. It will not be
ദൈവത്തിന്റെ ദയ എന്നേക്കുമുള്ളതാണ്. അത് ഒരു വ്യക്തിയിൽ മാത്രം ഉൾക്കൊള്ളുന്നതല്ല, അത് തലമുറ തലമുറയായി ദൈവം തരുന്ന നന്മയാണ്. For example, our Ammachi is here. നമ്മുടെ അമ്മച്ചി ഇവിടെ ഉണ്ട്. Ammachi prayed to God and she submitted her children to presence of God. തന്റെ മക്കളെ എല്ലാം പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ താൻ സമർപ്പിച്ചിട്ടുണ്ട്. And God began to use their children. ദൈവം തന്റെ മക്കളെ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. And again their children began to submit their children. അവരുടെ തലമുറയെ അവൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു, അവരെ ദൈവം ഉപയോഗിക്കുന്നുണ്ട്. Like this, generation to generation, God's promises and His blessings will follow. അതുപോലെ തലമുറ തലമുറയായി ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ അനുഗ്രഹം അവൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. And His righteousness to children's to children. തന്റെ നീതി അവൻ മക്കളുടെ മക്കൾക്കും ഉണ്ടാകുമെന്ന് വചനം പറയുന്നു. Maybe now at present you did not see your children and children. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങളുടെ മറ്റു തലമുറ നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കാം. But God has seen already your grandchildren. എന്നാൽ ദൈവം നിങ്ങളുടെ കൊച്ചുമക്കളെ വരെ കണ്ടിട്ടുണ്ട്. Hallelujah. Praise the Lord. Hallelujah. Hallelujah. How many of you believe that God has seen your grandchildren? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എന്റെ കൊച്ചുമക്കളെ വരെ ദൈവം കണ്ടിട്ടുണ്ട് എന്ന്? Maybe you are worrying about your children present. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്തുകൊണ്ട് ദുഃഖത്തിലിരിക്കുന്ന സാഹചര്യമായിരിക്കും. But God is promising that I have seen about your grandchildren. എന്ന് ദൈവം പറയുകയാണ്, നിങ്ങളുടെ മക്കളെ മാത്രമല്ല നിങ്ങളുടെ കൊച്ചുമക്കളെ അവരുടെ മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. So you need to worry for them, but you trust in my promise. നാം ഒരിക്കലും അതോർത്ത് കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് വിഷമിക്കേണ്ട. പ്രസ്തുത നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കേണ്ടതായി I തീർന്നിരിക്കുന്നു. want to show you some people who trusted in the Lord and received the blessing. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിച്ച ചില വ്യക്തികളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. We can turn to Bible book of Genesis chapter 6. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം And we can see there verse 18. 6:18. But I will establish my covenant with you, and you shall go into the ark, you and your sons, your wife, and your sons' wives with you. And also 22 we can see, thus Noah did according to all that God commanded him to, so he did. നിന്നോടോ ഞാൻ ഒരു നിയമം ചെയ്യും, നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കിടക്കണം. 22. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. Hallelujah. Praise the Lord. Here God has seen Noah and his life. ഇവിടെ ദൈവം തന്റെ തലമുറയെ കണ്ടു. Noah was the only one person praying to God such a generation. ആ തലമുറ നോഹ മാത്രം ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു. Because all the generation was so corrupted and they were not listening to the word of God. നോഹയുടെ തലമുറയിൽ മറ്റുള്ള എല്ലാവരും ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നവരായിരുന്നു. But God began to speak to Noah. എന്നാൽ ദൈവം നോഹയോട് സംസാരിക്കാൻ തുടങ്ങി. And Noah began to do what God is commanding. ദൈവം തന്നോട് പറഞ്ഞത് കൽപ്പിച്ചത് നോഹ ചെയ്യുവാൻ തുടങ്ങി. When you obey to the word of God, when you obey to the command of God, God began to speak to you. Praise the Lord. നാം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങി. ഒരിക്കൽ കൂടി പറയാം, നാം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. Maybe well people are there, rich people are there, maybe famous people will be there, but God will speak to you. ആമേൻ. ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാട് പണക്കാരോ പ്രശസ്തിയുള്ളവരോ ഒക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. God is not looking at your famous or your prosperity or your richness, but God is looking your heart. Are you obeying or not? ദൈവം ഒരിക്കലും നമ്മുടെ സമ്പത്തിനെയോ മഹിമയോ പാരമ്പര്യത്തെയോ ഒന്നും നോക്കുന്നില്ല. എന്നാൽ ദൈവം നോക്കുന്നത് തന്നോടുള്ള സമർപ്പണത്തോടെയുള്ള ഹൃദയത്തെയാണ് ദൈവം കാണുന്നത്. If you are ready to obey the word of God, God wants to speak to you. ആമേൻ. നാം ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Here Noah and his wife and children obeyed to the word of God. ഇവിടെ നോഹയും തന്റെ ഭാര്യയും തന്റെ പുത്രന്മാരും അവർ ഭാര്യമാരും ദൈവത്തെ അനുസരിക്കുവാൻ തുടങ്ങി. See my friends, here there is no Bible. ആമേൻ. ആ സമയത്ത് ബൈബിൾ അവർക്കില്ല. There is no revelation. വെളിപ്പാടുകൾ ദൈവത്തിന്റെ ഇല്ല. Only Noah matram.
he was listening the voice of God. നോഹ മാത്രം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ തുടങ്ങി. And his wife never see that. അവൻ ഒരിക്കലും തന്റെ ഭാര്യ കണ്ടിട്ടില്ല. Their children never see that Noah is talking to God. ഒരിക്കലും നോഹയുടെ മക്കൾ കണ്ടിട്ടില്ല താൻ ദൈവമായിട്ട് But സംസാരിക്കുന്നത്. when Noah came to inside the house and said, I listen to the voice of God, just we have to do like this. അവൻ നോഹ തന്റെ ഭവനത്തിന്റെ ഉള്ളിൽ നിന്ന് കടന്നു വന്ന് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു, അവൻ ദൈവം പറയുന്നത് പോലെ ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു Then എന്നാണ്. immediately his wife and children come together with him and began to do the work of God. ആമേൻ ഹല്ലേലൂയ. ദൈവ ശബ്ദം കേട്ട നോഹയോടൊപ്പം തന്റെ ഭാര്യയും തന്റെ മക്കളും ചേർന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങി. My dear friends, here word of God says, in the family, God may choose someone to speak. So when you listen the word of God, when you say to them, all family should come together to do the will of God. Praise the Lord. നാം ദൈവ ശബ്ദം കേട്ടാണ് മുന്നോട്ട് ഇറങ്ങുന്നതെങ്കിൽ നമ്മുടെ കുടുംബത്തിലൂടെ എല്ലാ പ്രിയപ്പെട്ടവരും നമ്മളോട് ചേർന്ന് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാനാക്കി ആമേനിടയായി തീരും. Maybe God sometime he may speak with wife or husband or children. We have to obey the word of God. ഒരുപക്ഷെ ചിലപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ ഭാര്യയോടോ ഭർത്താവിനോടോ അല്ലെങ്കിൽ മക്കളോടോ കൂടിയായിരിക്കാം. Then Noah and his family, they obeyed to the command of God and they began to build the ship. ഇവിടെ നോഹയും കുടുംബവും ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവം പറഞ്ഞതുപോലെ പെട്ടകം നിർമ്മിക്കുവാൻ തുടങ്ങി. And the ship was so heavy, they did very well. And God said, you get into that ship. ആമേൻ അങ്ങനെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം വലിയ പെട്ടകം നിർമ്മിച്ച് ആമേൻ നോഹയും തന്റെ കുടുംബവും അതിനുള്ളിൽ പ്രവേശിക്കുവാൻ തുടങ്ങി. And there are many people, but they never obeyed to the word of God. Only one family in such a generation. ആ തലമുറയിൽ അനേക ജനങ്ങളുണ്ടായിട്ട് ദൈവത്താൽ അനുസരിക്കപ്പെട്ട ദൈവത്തെ അനുസരിച്ച നോഹയും കുടുംബം മാത്രമേ ആ പെട്ടകത്തിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞുള്ളൂ. My dear brothers and sisters, I want to say that in your family, maybe you are the only one person calling and believing the word of God. You believe that God has chosen you. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത്. എന്നാൽ ആ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നിങ്ങളുടെ കുടുംബത്തിന് രക്ഷ വരുത്തുവാൻ ഇടയായിത്തീരും. All generation was smashed with a heavy flood, but Noah and his children was alive. ആ തലമുറയിൽ അവയെ സകല ജനങ്ങൾ നോഹയുടെ കുടുംബം ഒഴികെ ജലപ്രളയത്താൽ മുങ്ങി നശിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. And Noah could produce a faithful generation from them. നമുക്ക് കാണുവാനിടയായിത്തീരുന്നത് നോഹ ഒരു വിശ്വസ്തമായ ദൈവത്തെ അനുസരിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ തനിക്ക് കഴിഞ്ഞു. Now the Spirit of God is saying that God wants to give you faithful generation. ഹല്ലേലൂയ. പകൽക്കാലം പരിശുദ്ധാത്മാ പറയാണ്, നിങ്ങൾക്ക് ഒരു വിശ്വസ്തമായ തലമുറയെ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants to give you a faithful generation to generation from your family. ആമേൻ. നിങ്ങളുടെ കുടുംബത്തിൽ തലമുറയായി വിശ്വസ്തമായ തലമുറയെ തരുവാൻ ദൈവം How ആഗ്രഹിക്കുന്നു. many of you receiving this promise? ഇന്ന് പകൽക്കാലം എത്ര പേർ ആ ദൈവത്തിൽ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു? Hallelujah. ഹല്ലേലൂയ. And also, second person, I want to show that Abraham. രണ്ടാമതായി അബ്രഹാമിനെ കുറിച്ച് കാണുവാൻ You ഇടയാകുന്നു. know, Abraham, when he received the voice of God, ആമേൻ. അബ്രഹാം ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ and he said to his wife, ആമേൻ തന്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, I heard the voice of God, I'm moving to Canaan. ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു, ഞാൻ കനാനിലേക്ക് കടന്നു പോകുന്നു. And if you are willing to, you can come, he may say. നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്നോട് കൂടെ വരുവാൻ പറഞ്ഞു. But she said, I never come. ആമേൻ. സാറ പറഞ്ഞു, ഞാൻ വരത്തില്ല. No, I thought she may not say that I never come. ഞാൻ ചിന്തിക്കുന്നത് ഒരുപക്ഷെ സാറ ഇങ്ങനെ പറഞ്ഞിരിക്കാം, ഞാൻ വരികയില്ല എന്നാണ്. But immediately she said, I will come wherever you are going. I will be traveling with you. എന്നാൽ സാറ ഇങ്ങനെ പറഞ്ഞു, അങ്ങ് എവിടെ പോകുന്നു, അങ്ങയോടൊപ്പം ഞാൻ വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. Because traveling to Canaan is not simple way, my friends. കാരണം കനാനിലേക്ക് പോകുന്നത് വളരെ നിസ്സാരമായ കാര്യമല്ല. There is a wilderness, there is a forest, there is a mountains and valleys, so much difficulties. മരുഭൂമിയും തടാകങ്ങളും വനപ്രദേശങ്ങളും ഒക്കെ താണ്ടി വേണം ഇവിടെ കടന്നു പോകുവാൻ. And while they are going, God has given a promise that I will make your generation like the stars in the sky. ഓ ഹല്ലേലൂയ. അബ്രഹാമിന് ദൈവം ഇങ്ങനെ ഒരു വാഗ്ദത്തം കൊടുത്തു, അവൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് സന്തതികളെ തരും. And your generation will be a sand in the seashore. അവൻ കടൽത്തരയിലും മണൽത്തരികൾ പോലെ ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്ന് ദൈവം They പറഞ്ഞു. receive this promise and they are walking
24 years, but no even single child. 24 വർഷം ഈ വാഗ്ദത്തം പേറിക്കൊണ്ട് അവർ പ്രയാണം ചെയ്തുകൊണ്ടേയിരുന്നു. But when they are not receiving the children, they were so much discouraged many times in their life. അവൻ തലമുറയെ ദൈവം കൊടുക്കുമെന്നുള്ള വാഗ്ദത്തം കേട്ടിട്ടും നീണ്ട 24 വർഷക്കാലം അത് പ്രാപിക്കുവാൻ കഴിയാതെ അവർ വളരെ നിരാശയോടുകൂടെയായിരുന്ന There ജീവിതമായിരുന്നു. is no people to pray for them. There is no people to encourage them. അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനോ അവരെ ധൈര്യപ്പെടുത്തുവാനോ മറ്റാരും അവിടെ ഇല്ലായിരുന്നു. Because only Abraham heard the voice of God. കാരണം അബ്രഹാം മാത്രമേ ദൈവശബ്ദം കേട്ടുള്ളൂ. But he always used to talk to her wife and making strength and walking towards the. അവൻ പലപ്പോഴും തന്റെ ഭാര്യയെ വിശ്വാസത്തെ ധൈര്യപ്പെടുത്തുകയും ദൈവത്തിന്റെ ശബ്ദം കേട്ട് ആ വാഗ്ദത്ത ദേശം ലക്ഷ്യമാക്കി നടക്കുകയും I ചെയ്തുകൊണ്ടിരുന്നു. would like to read one scripture. It is really touching my heart. അവൻ എന്റെ ഹൃദയത്തിൽ വളരെ സ്പർശിച്ചതായ വചനം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. Here in the book of Genesis chapter 18 we can see ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. verse 2. So he lifted his eyes and looked, and behold, there three men were standing by him. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 18:2 അവൻ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു. Here Abraham was looking, 3 people are coming towards his house. ഇവിടെ അബ്രഹാമിന്റെ കൂടാരത്തിനെ ലക്ഷ്യമാക്കി 3 പുരുഷന്മാർ വരെ കടന്നു വരുന്നത് അബ്രഹാം കണ്ടു. In this whole chapter we can see how they receive the angels to their house. അവൻ അവരുടെ ഭവനത്തിൽ അവരുടെ കൂടാരത്തിൽ അവൻ ദൈവദൂതന്മാരെ അവരെങ്ങനെ സ്വീകരിച്ചു സൽക്കരിച്ചു എന്ന് നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ When കഴിയും. Abraham saw the angels, immediately he bowed down and he invited them into their house. ദൂതന്മാരെ കണ്ടപ്പോൾ അവൻ താൻ തലകുമ്പിട്ട് കുനിഞ്ഞ് അവരെ സ്വീകരിക്കുവാൻ ഇടയായിത്തീർന്നു. And immediately he ran to his house and said to Sarah, you just prepare for 3 people food. കൂടാരത്തിലേക്ക് ഓടിച്ചെന്ന അബ്രഹാം സാരയോട് ഇങ്ങനെ പറഞ്ഞു, ഈ 3 പുരുഷന്മാർക്ക് ആഹാരം ഉണ്ടാക്കുവാൻ പറഞ്ഞു. Immediately she obeyed to her husband. അവൻ തന്റെ ഭർത്താവ് പറഞ്ഞ ആ നിമിഷം തന്നെ സാറ അനുസരിച്ച് ആ 3 പുരുഷന്മാർക്ക് വിഭവസമർത്ഥമായ ആഹാരം തയ്യാറാക്കി. And we can see in the same scripture, verse 11 says, now Abraham and Sarah were old, well and advanced in years, and Sarah had passed the years of childbearing. ഉൽപ്പത്തി പുസ്തകം 18:11 ഇങ്ങനെ കാണുന്നു, എന്നാൽ അബ്രഹാമും സാറയും വയസ്സ് എന്ന് വൃദ്ധരായിരുന്നു, സ്ത്രീകൾക്കുള്ള പതിവ് സാറയ്ക്ക് നിന്ന് പോയിരുന്നു. Amen. Hallelujah. Here we can see Abraham and Sarah, they were very old. ഇവിടെ അബ്രഹാമും സാറയും വളരെ വൃദ്ധരായി തീർന്നിരിക്കുന്നു. They don't have strength in their bodies. അവരുടെ ശരീരത്തിൽ ശക്തിയില്ലാത്തവരായി തീർന്നിരിക്കുന്നു. And they don't have chance to bear a child കുട്ടികൾ again. ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും അവരുടെ ജീവിതത്തിലില്ല. But when they obeyed to God, when they received the presence of God, they became strengthened. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ, ദൈവത്തിന്റെ വാഗ്ദത്തം അവർ കേട്ടപ്പോൾ അവരുടെ ശരീരത്തിൽ ശക്തി പ്രാപിക്കുവാൻ തുടങ്ങി. When they served to God, they began to getting strength in their life. അവൻ ദൈവത്തിന്റെ വാചനത്തിന് മുമ്പാകെ കീഴ്പ്പെട്ടപ്പോൾ അവരുടെ ശരീരം ശക്തി പ്രാപിക്കുവാൻ My ഇടയായി. dear friends, I want to say that when you begin to serve the Lord, God will strengthen you. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മുടെ ശരീരത്തെ ശക്തി പിടിക്കുവാൻ ഇടയായി. Whatever the work maybe you are willing to do for God, if you do that, God wants to bless you and remove the lack what you have in നിങ്ങൾ your life. കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വീഴ്ചകളുണ്ടോ, എന്തൊക്കെ ശൂന്യതകളുണ്ടോ അതൊക്കെ പരിഹരിച്ച് നിങ്ങളെ ശക്തീകരിക്കുവാൻ ദൈവത്തിന് കഴിയും. Maybe God is asking you to pray, you must pray. God is asking you to sing, you have to sing. God is asking you to share the news, you have to share the good news. ആമേൻ. ദൈവം നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. മറ്റുള്ളവരോട് ദൈവത്തിന്റെ സ്നേഹം പങ്കുവെക്കാൻ ദൈവം ആവശ്യപ്പെട്ടാൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. When you do like that, God will remove all the lackness what you have in your life. നാം ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ഇല്ലായ്മയെ മാറ്റി അതിനെ നിറയ്ക്കുവാൻ, അതിനെ ശക്തീകരിക്കുവാൻ, അതിനെ ബലപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. When they both given food for the angels, God blessed Sarah and given one child for them. Praise the Lord. ഈ ദൂതന്മാരെ ആമേൻ അബ്രഹാമും സാറയും സൽക്കരിച്ചപ്പോൾ ആമേൻ അവർക്കുള്ള വാഗ്ദത്തങ്ങളെ ദൈവം നിറവേറ്റുവാനായിട്ട് ഇടയായി. God given a promised generation to them. ഒരു വാഗ്ദത്ത തലമുറയെ ദൈവം അവർക്ക് കൊടുത്തു. Hallelujah. Praise the Lord. This generation is still we are serving the Lord. We are His
generation. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും, ആ തലമുറയിൽപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. വിശ്വാസത്താൽ അബ്രഹാമിന്റെ തലമുറയിൽപ്പെട്ട അവൻ ദൈവമക്കളാണ് നാം ഓരോരുത്തരും. And also I want to show one more person. I want to conclude it. ഒരു വ്യക്തിയെ കുറിച്ച് പരിചയപ്പെടുത്തി ഞാൻ നിർത്തുവാൻ വേണ്ടി There ആഗ്രഹിക്കുന്നു. are many people in the Bible, those who obey the word of God. ബൈബിളിൽ ഒത്തിരി പേരെ പറ്റി, ദൈവത്തെ അനുസരിച്ച് ഒത്തിരി പേരെ പറ്റി കാണിക്കുന്നുണ്ട്. There are mainly two generations God want to give through us. അവയെ പ്രധാനമായി രണ്ട് തലമുറയാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. In New Testament we can see one sister Lydia. പുതിയ നിയമത്തിൽ ലുദിയെ കുറിച്ച് നമ്മൾ കാണുന്നു. Book of Acts chapter 16. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ There one certain woman, she is selling the purple among the people in the seashore. ആമേൻ. രക്താംബരം വിൽക്കുന്നതായ ഒരു ലുദിയെ കുറിച്ച് നമ്മൾ കാണുന്നു. When she just listened to the apostles preaching, God opened her heart. ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ വചനം കേൾക്കുന്നത് ഈ ലുദി എന്ന സഹോദരി കേട്ടപ്പോൾ തന്റെ ഹൃദയത്തെ ദൈവാത്മാവ് തുറന്നു. When God opened her heart, she called the pastors to come to their family and start praying. അവൻ തന്റെ ഹൃദയത്തെ ദൈവം തൊട്ടപ്പോൾ ആമേൻ ആ സഹോദരി ദൈവദാസന്മാരെ തന്റെ ഭവനത്തിൽ സ്വീകരിച്ച് അവിടെ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിച്ചു. And she began to share this good news to their family and their city and began to spread this church ഈ there. രക്ഷയുടെ സന്ദേശം തന്റെ കുടുംബാംഗങ്ങളോട് പങ്കുവച്ചു. തന്റെ ഭവനത്തിൽ ഒരു പ്രാർത്ഥന ആരാധന ആരംഭിച്ചു. അങ്ങനെ എല്ലാ ജനത്തിലും ആ കർത്താവിന്റെ സ്നേഹം എത്തുവാനായിട്ടിടയായി. And we can see that. I would like to read chapter 16 verse അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 15-ാം വാക്യം. കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളുടെ കുടുംബം സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്ന് അപേക്ഷിച്ചു. ഞങ്ങളെ നിർബന്ധിച്ചു. Amen. Praise the Lord. When she began this church, along with her family, this church began to start in the Thuatira city. ഹല്ലേലൂയ. തന്റെ ഈ തുയതൈര എന്ന സിറ്റിയിൽ, പട്ടണത്തിൽ ഈ ആമേ സഹോദരി മുഖാന്തരം അവിടെ ഒരു സഭ ആരംഭിക്കുവാനിടയായി. And this church began to spread among the city, and it is written in the heaven. ആമേൻ. ആ സഭ ആമേൻ പട്ടണത്തിൽ മുഴുവൻ വ്യാപരിക്കുവാനിടയായിരുന്നു. അത് സ്വർഗ്ഗത്തിൽ എഴുതപ്പെടുവാനിടയായി. When John was in the land of Patmos, their Spirit of God is telling right about the church in Thuatira. Praise the Lord. തുയതൈര സഭയെ കുറിച്ച് ദൂതെഴുതുക എന്ന ആമേൻ പത്മോസിലായിരുന്ന കർത്താവിന്റെ ദാസൻ യോഹന്നാന് പരിശുദ്ധാത്മാവ് പ്രേരണ കൊടുത്തു. See, my friends, here Spirit of God opened the Lydia's heart. ഇവിടെ ലുദിയാന്റെ ഹൃദയത്തെ ദൈവാത്മാവ് തുറക്കുവാനിടയായി. And she went and shared the gospel to their family. ആമേൻ. താൻ കടന്നുപോയി തന്റെ കുടുംബാംഗങ്ങളോട് ഈ സന്ദേശം പറഞ്ഞു. Began to share this good news to everywhere. ആ കുടുംബാംഗങ്ങളെല്ലാം ദേശത്ത് കർത്താവിന്റെ വചനം പറഞ്ഞു. And that city became a big church in the city. ആ സിറ്റിയിലെ ഏറ്റവും വലിയൊരു സഭയായി അതിനെ ദൈവം വളർത്തി. That church recognized by God. അത് ദൈവം അംഗീകരിച്ച ഒരു സഭയായി തീർന്നു. I want to encourage you that when you do something for God, it is written in the heaven. അതിന്റെ പകൽക്കാലം ഞാൻ പറയട്ടെ, നാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അത് ദൈവ സ്വർഗത്തിൽ എഴുതപ്പെടുന്നുള്ള കാര്യം മറന്നു പോകുന്നു. God is recognizing, but people may not understand. നാം ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും അത് സ്വർഗത്തിന് മനസ്സിലാകുമെന്നുള്ള കാര്യം ഉറപ്പുണ്ടായിരിക്കട്ടെ. Here Lydia produced a spirit-filled generation there. ഇവിടെ ഒരു ആമേൻ ആത്മീയമായ ശക്തിയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ തനിക്ക് കഴിഞ്ഞു. And they began to share this gospel, and God is pleased with that generation. ഹല്ലേലൂയ. ദൈവം ആമേൻ ആ തലമുറയിൽ സന്തോഷിക്കുവാൻ ഇടയായിത്തീർന്നു. കാരണം ദൈവത്തെ അംഗീകരിക്കുന്ന, ദൈവത്തെ മാനിക്കുന്ന ഒരു തലമുറയായി തീരുവാനായിട്ട് അവർക്ക് Such കഴിഞ്ഞു. a great God we had in our life. ഇത് പകൽക്കാലം അപ്രകാരം മഹത്വകരമായ ദൈവമാണ് നമുക്കുള്ളത്. So submit our lives into the hands of God. ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. God is looking at our generations to generations. ദൈവം നമ്മുടെ തലമുറ മാത്രമല്ല, അടുത്ത തലമുറ, വരുന്ന തലമുറയെ ദൈവം കണ്ടുകൊണ്ടേയിരിക്കുന്നു. For that God has chosen everyone, those who is sitting. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവം കണ്ടു എന്നുള്ള കാര്യം മറന്നു പോകും. God is not having any partiality, but He is seeing every heart, those who are here. ദൈവത്തിന് ഒരിക്കലും മുഖപക്ഷമില്ല. നമ്മുടെ ഹൃദയത്തെ നല്ലതുപോലെ കാണുന്ന ദൈവത്തിന്റെ കരങ്ങളിലാണ് God is നമ്മളായിരിക്കുന്നത്. looking at your heart personally, my friend. ഇന്ന് പകൽക്കാലം
എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തെ കാണുന്ന ദൈവം നമ്മുടെ നടുവിലുണ്ട്. God wants to make a great history through your life. ദൈവം നിങ്ങളിലൂടെ ഒരു ചരിത്രം തുറക്കുവാൻ ആഗ്രഹിക്കുന്നു. God had a plan, no man can change it. ദൈവത്തിന് ഒരു പദ്ധതി നമ്മുടെ മേലുണ്ടെങ്കിൽ ഒരു മനുഷ്യനും അതിനെ മാറ്റുവാൻ No കഴിയില്ല. evil power can stop it. ഒരു പൈശാചിക ശക്തിക്കും അതിനെ തടയുവാൻ കഴിയുകയില്ല. God says yes, it is yes in your life. ദൈവം നിന്നോട് ഒരു യേസ് പറഞ്ഞാൽ, ഉവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും. If God says no, it is no, no man can change ഓ it. ദൈവം നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേണ്ട ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല. Submit your life into the hands of God. ഇതുപോലെ കാലം നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ കാര്യങ്ങളിൽ And കേൾപ്പിക്കാം. feel to the Lord. ആമേൻ. ദൈവത്തിന്റെ കാര്യങ്ങളെ നമ്മളെ തന്നെ Do സമർപ്പിക്കാം. the will of God in your life. ദൈവത്തിന്റെ പദ്ധതി നിവർത്തിക്കാൻ സമർപ്പിക്കാം. And listen to His voice. ദൈവത്തിന്റെ വചനം നാം ശ്രദ്ധിക്കാം. And fulfill the will of God through your life. ആമേൻ. നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറാം. May the good Lord bless all of us through this wonderful scripture. ദൈവം നമ്മളെല്ലാവരും വചനത്താൽ അനുഗ്രഹിക്കട്ടെ.